Hi students, welcome back. ഇന്ന് നമ്മൾ second module start ചെയ്യാണ്. First module നമ്മൾ basic networking concepts ഒക്കെ പഠിച്ചു. അതായത് TCP/IP protocol എന്താണ്, അതിന്റെ different layers ന്റെ functions എന്താണ്, then wired LAN അതായത് Ethernet എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. അതിൽ തന്നെ സ്റ്റാൻഡേർഡ് ഇഥർനെറ്റ്, ഫാസ്റ്റ് ഇഥർനെറ്റ്, ഗിഗാബിറ്റ് ഇഥർനെറ്റ്, അങ്ങനെ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഇഥർനെറ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ അത് കഴിഞ്ഞ് വയർലെസ് ലാൻ, IEEE 802.11, ദെൻ വെർച്വൽ ലാൻ, ഇങ്ങനെ കുറെ ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. സോ ഇതാണ് ഫസ്റ്റ് മൊഡ്യൂളിന്റെ ഡീറ്റെയിൽഡ് കണ്ടന്റ്. ഇതിലെല്ലാം നിങ്ങൾ ഒന്ന് റിവ്യൂ ചെയ്തു എന്ന് കരുതുന്നു. സോ വി ക്യാൻ മൂവ് ടു ദ സെക്കൻഡ് മൊഡ്യൂൾ. സെക്കൻഡ് മൊഡ്യൂളിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡ് ദ കൺസെപ്റ്റ് ഓഫ് നെറ്റ്വർക്ക് ലെയർ ആണ്. ഓക്കെ, അപ്പോ നെറ്റ്വർക്ക് ലെയറിൽ നമുക്കറിയാം ഒരു TCP/IP പ്രോട്ടോകോളിന്റെ ഡിഫറെന്റ് ലെയേഴ്സ് ഏതൊക്കെയാ? ഇപ്പം നമ്മൾ 5 ലെയേഴ്സ് ആണെന്ന് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? ആദ്യം ഫിസിക്കൽ ലെയർ ആണ് ഏറ്റവും ലോവസ്റ്റ് ലെയർ. ദെൻ അത് കഴിഞ്ഞിട്ട് ഡാറ്റ ലിങ്ക് ലെയർ പറഞ്ഞു. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചത് നെറ്റ്വർക്ക് ലെയർ ആണ്. ദെൻ ട്രാൻസ്പോർട്ട് ലെയർ, ദെൻ ആപ്ലിക്കേഷൻ ലെയർ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ TCP/IP പ്രോട്ടോകോൾസിന്റെ ഡിഫറെന്റ് ലെയേഴ്സ് മനസ്സിലാക്കി വെച്ചത്. ഓക്കെ, സോ നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ ഡാറ്റ ലിങ്ക് ലെയറും ഫിസിക്കൽ ലെയറും ഒക്കെ പറഞ്ഞു, ഇഥർനെറ്റ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ പഠിച്ചു. സോ ഈ മൊഡ്യൂളിൽ നമ്മൾ, അതായത് സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതാണ്? ഈ നെറ്റ്വർക്ക് ലെയർ, അതായത് ഫിസിക്കൽ ലെയർ, ഡാറ്റ ലിങ്ക് ലെയർ കഴിഞ്ഞ് അടുത്തത്, അതായത് നെറ്റ്വർക്ക് ലെയർ ആണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഈ നെറ്റ്വർക്ക് ലെയറിന്റെ ഡിഫറെന്റ്, അതായത് എന്താണ് നെറ്റ്വർക്ക് ലെയറിന്റെ ഡിഫറെന്റ് കൈൻഡ് ഓഫ് സർവീസസ്, അതേപോലെ ഏതൊക്കെയാണ് ഡിഫറെന്റ് പ്രോട്ടോകോൾസ് ഇൻ നെറ്റ്വർക്ക് ലെയർ, പിന്നെ അതേപോലെ വാട്ട് ഈസ് റൂട്ടിംഗ് അൽഗോരിതം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കുന്നത്. ഇതാണ് സെക്കൻഡ് മൊഡ്യൂളിന്റെ ഡീറ്റെയിൽഡ് കണ്ടന്റ്. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറെന്റ് നെറ്റ്വർക്ക് ലെയർ സർവീസസ് ആണ്. ഏതൊക്കെയാണ്? പാക്കറ്റൈസിങ്, റൂട്ടിംഗ് ആൻഡ് ഫോർവേഡിംഗ് ആൻഡ് അതർ സർവീസസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് നെറ്റ്വർക്ക് ലെയറിന്റെ ഫംഗ്ഷനിലേക്ക് വരാം. നെറ്റ്വർക്ക് ലെയറിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എൻഡ് ടു എൻഡ് ഡെലിവറിയാണ്. ഓക്കെ, അതായത് ഒരു മെഷീൻ, സപ്പോസ് രണ്ട് ഹോസ്റ്റ്, നമ്മൾ ആലീസ്, ബോബ് എന്ന് പറയുന്ന രണ്ട് പേര് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് കരുത്. അപ്പോൾ ഈ ആലീസ്, ബോബ് എന്നുള്ള പേര് നിങ്ങൾ വളരെ കോമൺ ആയിട്ട് കേട്ടിട്ടുണ്ടാവും. കാരണം ഈ നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ, ക്രിപ്റ്റോഗ്രഫി, ഇങ്ങനെയുള്ള സബ്ജക്റ്റിലൊക്കെ സ്ഥിരമായിട്ട് എടുക്കുന്ന എക്സാമ്പിൾ ആണ് ആലീസും ബോബും പറഞ്ഞിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. സോ ഇവിടെ നമ്മൾ ആലീസും ബോബും, ഇപ്പം ആലീസ് ഈ ഒരു ബിൽഡിങ്ങിലാണ്, ഇവിടെയാണ് ആലീസിന്റെ മെഷീൻ ഉള്ളത്. ഇനി ബോബ് എന്ന് പറയുന്നത് വളരെ ഡിസ്റ്റന്റ് ആയിട്ട്, വളരെ ദൂരെ വേറൊരിടത്താണ്, വേറൊരു ബിൽഡിങ്ങിലാണ്. സോ ഈ ആലീസും ബോബും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ, ഓക്കെ, അത് ഇവിടെ എത്തുന്നത്, അതായത് റിസീവർ എൻഡിൽ എത്തുന്നവരെ എൻഡ് ടു എൻഡ് ഡെലിവറി ആരാണ്? നെറ്റ്വർക്ക് ലെയറിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, സോ നിങ്ങൾ ഈ ഡയഗ്രം ഒന്ന് നോക്കുക. ഇതില് ആലീസ് ഒരു മെസ്സേജ് അയച്ച് ബോബിന് എത്തുന്നതിൻ്റെ ഇടയിൽ ഒരുപാട് നെറ്റ്വർക്കിംഗ് ഡിവൈസസ് ഉണ്ട്, സ്വിച്ചസ് ഉണ്ട്, റൗട്ടേഴ്സ് ഉണ്ട്, അല്ലേ? അപ്പോൾ ഇതിൽ ഒരു നെറ്റ്വർക്കിംഗ് ഡിവൈസിന് അടുത്ത ഡിവൈസ് വരെയുള്ള കൃത്യമായി ഈ ലിങ്കിലൂടെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന ഡാറ്റ ലിങ്ക് ലെയർ, ആ ലെയറിന്റെ ഫംഗ്ഷൻ ആണ്. ദെൻ അതിലൂടെ ആ കേബിളിംഗ്, അതൊക്കെ ആരാണ്? ഫിസിക്കൽ ലെയർ ആണ്. ബിറ്റ് ബൈ ബിറ്റ് ട്രാൻസ്മിഷൻ ഒക്കെ ആരുടെ ഡ്യൂട്ടിയാണ്? ഫിസിക്കൽ ലെയറിന്റെ ഡ്യൂട്ടിയാണ്. പക്ഷേ ഇവിടെ നിന്ന് അയച്ച ഒരു പാക്കറ്റ് ആ റിസീവർ എൻഡിൽ കൃത്യമായിട്ട് എത്തി എന്നുള്ളത് എൻഷുർ ചെയ്യേണ്ടത് ഏത് ലെയർ ആണ്? നെറ്റ്വർക്ക് ലെയർ ആണ്. ഓക്കെ, സോ ദാറ്റ് ഇസ് എൻഡ് ടു എൻഡ് ഡെലിവറി. ഓക്കെ,
ഇനി what are the network layer services? മെയിൻ ആയിട്ട് വരുന്ന സർവീസസ് എന്ന് പറഞ്ഞാൽ പാക്കറ്റൈസിങ്ങും റൂട്ടിംഗ് ആൻഡ് ഫോർവേഡിങ്ങും ആണ്. ഓക്കെ, ദെൻ അതർ സർവീസസ് എക്സ്പെക്ടഡ് ഫ്രം ദിസ് ലെയർ ഏതൊക്കെയാണ്? എറർ കൺട്രോൾ, ഫ്ലോ കൺട്രോൾ, കൺജഷൻ കൺട്രോൾ, ക്വാളിറ്റി ഓഫ് സർവീസ് ആൻഡ് സെക്യൂരിറ്റി. അപ്പൊ നമ്മൾ ഇത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ആദ്യം നമുക്ക് പാക്കറ്റൈസിങ് എന്താണെന്ന് നോക്കാം. അതായത് ലെയേർഡ് ആയിട്ടാണല്ലോ. അപ്പൊ ഹയർ ലെയറിന് വരുന്ന ഒരു പേലോഡ് എന്ന് പറയും. ആ പേലോഡിനെ എൻകാപ്സുലേറ്റ് ചെയ്തിട്ട്, അതായത് ഹെഡർ ഇൻഫർമേഷൻ ഒക്കെ ആഡ് ചെയ്തിട്ട് ഒരു പാക്കറ്റ് ആയിട്ട് എൻകാപ്സുലേറ്റ് ചെയ്യുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാണ്? നെറ്റ്വർക്ക് ലെയറിന്റെ ഡ്യൂട്ടിയാണ്. സോ എൻകാപ്സുലേറ്റിംഗ് ദ പേലോഡ് in a network layer packet at the source and decapsulating. Encapsulating ന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഡീകാപ്സുലേറ്റിംഗ്. അതായത് ഈ പാക്കറ്റ് നിന്ന് എന്തെടുക്കുക? പേലോഡ് എടുക്കുക. അപ്പൊ പേലോഡ് അതിൽ കുറെ കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് എൻകാപ്സുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സോഴ്സ് സൈഡിൽ നെറ്റ്വർക്ക് ലെയർ ചെയ്യുന്നത്. ഡെസ്റ്റിനേഷൻ സൈഡിൽ എന്താണ്? ഡീകാപ്സുലേറ്റ് ചെയ്യുക. ഇതിൽ നിന്ന് ഈ പാക്കറ്റ് നിന്ന് പേലോഡ് എടുത്തിട്ട് ഹയർ ലെയറിന് കൊടുക്കുക. Okay, so packetizing means encapsulating the payload. Payload means data received from upper layer in a network layer packet at the source and decapsulating the payload from the network layer packet at the destination. ഇതാണ് പാക്കറ്റൈസിങ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, സോ എൻകാപ്സുലേറ്റ് ചെയ്തു. Then carry a payload from the source to the destination without changing it or using it. അതായത് ഈ ഹയർ ലെയറിന് കിട്ടുന്ന പേലോഡിന് യാതൊരു മോഡിഫിക്കേഷനും ഈ എൻകാപ്സുലേറ്റ് ചെയ്യുന്ന ടൈമിൽ വരാൻ പാടില്ല. അത് ഈ ലെയറിൽ യൂസ് ചെയ്യാനും പാടില്ല. മനസ്സിലായോ? അപ്പോൾ നമുക്കിപ്പോ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ, ഓക്കെ, അതായത് ഇപ്പൊ ഒരു കൊറിയർ സർവീസിൽ ഇപ്പൊ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അത് എന്താണെന്നുള്ളത് എന്ത് ചെയ്യാൻ പാടില്ല? അവരത് ഓപ്പൺ ചെയ്ത് നോക്കാൻ പാടില്ല. അതെന്തെങ്കിലും ആഡ് ചെയ്യാനോ റിമൂവ് ചെയ്യാനോ പാടില്ല. അവരതിന്റെ കൃത്യമായ അഡ്രസ്സ് ലേബലൊക്കെ ഒട്ടിച്ചിട്ട് ഡിസ്പാച്ച് ചെയ്ത് അവിടെ റിസീവിങ് എൻഡിൽ എത്തിക്കുന്നില്ലേ? ഓക്കെ, അതേപോലെ തന്നെയാണ്. അതിന്റെ ഒരു കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റില്ല? മോഡിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ യൂസ് ചെയ്യാനോ പാടില്ല. ദെൻ ചില സമയത്ത് ഈ ഹയർ ലെയറിന്ന് വരുന്ന പേലോഡ് എൻകാപ്സുലേറ്റ് ചെയ്യുമ്പോൾ വലിയ പാക്കറ്റ് സൈസ് ഭയങ്കര ലാർജ് ആയിരിക്കും. So it can be fragmented, okay, by the intermediate routers. Appo valiya packetugale, if the packet size is large, it can be fragmented. Okay, then all the fragments have the same header. Header il endokke undavuka? Source endana, destination endana, idinte size etra anganeyulla karyangal. Appo adonnu endu cheyan paadilla? Modify cheyan paadilla. So all the fragments can have the same header as the original one. Like source address, destination address, അങ്ങനെയുള്ളതൊക്കെ. ഇനി ആകെയുള്ള ചേഞ്ചസിനുള്ള പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഫ്രാഗ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രാഗ്മെന്റിന്റെ നമ്പർ ഒക്കെ ഉണ്ടാവില്ല. അപ്പൊ അത് എന്ത് ചെയ്യാം? ചേഞ്ച് ചെയ്യാം. Then these fragments are reassembled at the destination only. Okay, അപ്പോൾ സോഴ്സിന്റെ അവിടെ നിന്ന് ഫ്രാഗ്മെന്റ് ചെയ്തിട്ട് ഈ ഫ്രാഗ്മെന്റ്സ് റീഅസംബിൾ ചെയ്യുക എവിടെ നിന്നാണ്? ഡെസ്റ്റിനേഷൻ സൈഡിൽ നിന്നാണ്. സോ ദാറ്റ് ഇസ് പാക്കറ്റൈസിങ്. ഓക്കെ, നെക്സ്റ്റ് സർവീസ് എന്ന് പറഞ്ഞാൽ റൂട്ടിംഗ് ആൻഡ് ഫോർവേഡിങ്. അതായത് ഇപ്പൊ ഒരു ലാർജ് നെറ്റ്വർക്ക് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ ഇവിടെ ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇവിടെ ഇതാണ് സോഴ്സ് എന്ന് കരുതുക, ഇതാണ് ഡെസ്റ്റിനേഷൻ എന്ന് കരുതുക. അപ്പൊ ഈ സോഴ്സ് നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് എത്തണമെങ്കിൽ ദർ ആർ ഡിഫറെന്റ് പാത്ത്സ് അല്ലെ? ഇതുവഴി വരാം, ഇതുവഴി വരാം, ഇങ്ങനെ വരാം, അങ്ങനെ അങ്ങനെ പല പല പാത്തുകളുണ്ട്. പാത്ത് അല്ലെങ്കിൽ റൂട്ട്. അപ്പോ there will be a number of routes between the source and destination device. അപ്പൊ ഇതിലെ ബെസ്റ്റ് പാത്ത് കണ്ടുപിടിച്ച് പാക്കറ്റ് ഫോർവേഡ് ചെയ്യുക എന്നുള്ളത് നെറ്റ്വർക്ക് ലെയറിന്റെ ഒരു ഫംഗ്ഷൻ ആണ്. ഓക്കെ, ദാറ്റ് ഈസ് നെറ്റ്വർക്ക് ലെയർ ഫൈൻഡ്സ് ദ ബെസ്റ്റ് റൂട്ട് ബേസ്ഡ് ഓൺ സം സ്പെസിഫിക് സ്ട്രാറ്റജീസ്. ഈ സ്ട്രാറ്റജിക്ക് കൃത്യം പറയുന്ന പേരാണ് റൂട്ടിംഗ് പ്രോട്ടോകോൾസ്. ഓക്കെ, ദ സ്ട്രാറ്റജീസ് ആർ മോസ്റ്റ്ലി ഡിഫൈൻഡ് ബൈ ദ റൂട്ടിംഗ് പ്രോട്ടോകോൾസ്. The strategies are used to create decision-making table called the routing table for each router. ഓരോ റൗട്ടറിന് എന്തുണ്ടാവും? റൂട്ടിംഗ് ടേബിൾ അല്ലെങ്കിൽ ഫോർവേഡിംഗ് ടേബിൾ എന്ന് പറയുന്ന ഒരു ടേബിൾ ഉണ്ടാവും. അപ്പൊ അതിലാണ് കൃത്യമായിട്ട് ഒരു പാക്കറ്റ് വരുന്ന സമയത്ത് എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ റൂട്ടിംഗ് is applying strategies and running some routing protocols to create decision-making tables for each router. അതാണ് റൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ. റൂട്ടിംഗ് is applying strategies and running some routing protocols to create the decision-making tables for each router. Okay. അപ്പൊ നമ്മൾ
റൂട്ടിംഗ് പറഞ്ഞു. നെക്സ്റ്റ് ഫോർവേഡിംഗ്. Forwarding means the action applied by a router when a packets arrive at its one of its interface. അതായത് ഒരു റൗട്ടറിന് മൾട്ടിപ്പിൾ ഇന്റർഫേസുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതിൽ ഒരു പാക്കറ്റ് എത്തിക്കഴിഞ്ഞാൽ എന്ത് ആക്ഷൻ എടുക്കണം? ഓക്കെ, സോ നമ്മൾ പറഞ്ഞു ഓരോ റൗട്ടറിനും എന്തുണ്ട്, ഒരു റൂട്ടിംഗ് ടേബിൾ അല്ലെങ്കിൽ ഫോർവേഡിംഗ് ടേബിൾ ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ടാണ് ഈ പാക്കറ്റ് ഏത് വഴി, ഏത് ഇന്റർഫേസ് വഴി ഫോർവേഡ് ചെയ്യണം, എന്ത് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. So on receiving a packet at an interface, the router reads the destination address or label. ഓരോ പാക്കറ്റിലെ ഹെഡറിൽ എന്തുണ്ടാവും, അതിന്റെ ഡെസ്റ്റിനേഷൻ അഡ്രസ് ഉണ്ടാവും, അല്ലെങ്കിൽ അതിന്റെ ലേബൽ, ഡെസ്റ്റിനേഷൻ ലേബൽ ഉണ്ടാവും ആ ഒരു പാക്കറ്റിലും. Finds the output interface number from the table and forwards the packet. ഓക്കെ, അതായത് ചിലപ്പോൾ അത് യൂണികാസ്റ്റ് അഡ്രസ് ആവാം. യൂണികാസ്റ്റ് അഡ്രസ് പറഞ്ഞാൽ ഒരേ ഒരു നെറ്റ്വർക്കിലേക്ക് അത് ഫോർവേഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ ഒരു റൗട്ടറിൽ അറ്റാച്ച് ചെയ്ത് ഒരു ഇന്റർഫേസിലേക്ക് അത് ഫോർവേഡ് ചെയ്യും. ഇനി മൾട്ടി കാസ്റ്റ് അഡ്രസ് നമ്മൾ പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് നെറ്റ്വർക്കിലേക്ക് ഫോർവേഡ് ചെയ്യേണ്ടതാവാം. അപ്പൊ എന്ത് ചെയ്യും, അതിന്റെ ഒരു മൾട്ടി കാസ്റ്റ് അഡ്രസ് ആണെങ്കിൽ അതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന മൾട്ടിപ്പിൾ ഇന്റർഫേസിലേക്ക് ഫോർവേഡ് ചെയ്യും. ഓക്കെ, ആ രീതിയിലാണ് ഫോർവേഡിങ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കുക. നമുക്കൊരു പാക്കറ്റ് കിട്ടി, അതിന്റെ ഡെസ്റ്റിനേഷൻ അഡ്രസ് എന്ന് പറയുന്നത് എന്താണ്, ബി ആണ്. ബിയിലേക്കാണ് അത് ഫോർവേഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ റൗട്ടർ, ഇതാണ് റൗട്ടർ, ഇതിന് 4 ഇന്റർഫേസസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഈ റൗട്ടറിൽ ഇത് എത്തിക്കഴിഞ്ഞാൽ അതിന്റെ ഫോർവേഡിംഗ് ടേബിൾ നോക്കും. അപ്പൊ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ഇന്റർഫേസ് ഏതാണ്, 2 ആണ്. അപ്പൊ 2 എന്ന് പറയുന്ന ഇന്റർഫേസിലേക്ക് ഈ ബി ഫോർവേഡ് ചെയ്യും. സോ ബിയിലൂടെ അത് അടുത്ത നെറ്റ്വർക്കിലേക്ക് പോകും. സോ ഈ രീതിയിലാണ് ഫോർവേഡിംഗ് നടക്കുന്നത്, ബേസ്ഡ് ഓൺ ദിസ് ഫോർവേഡിംഗ് ടേബിൾ ഓർ റൂട്ടിംഗ് ടേബിൾ. സോ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയായിരുന്നു, പാക്കറ്റൈസിങ്ങും റൂട്ടിംഗ് ആൻഡ് ഫോർവേഡിങ്ങും. ഇനി വാട്ട് ആർ ദ അതർ സർവീസസ് ദാറ്റ് ആർ എക്സ്പെക്ടഡ് ഫ്രം നെറ്റ്വർക്ക് ലെയർ? കാരണം അതിന്റെ താഴെയുള്ള ലെയറിൽ, അതായത് ഡാറ്റാ ലിങ്ക് ലെയറിലൊക്കെ ചെയ്യുന്ന ഫങ്ഷൻസ് ആണ്. സോ ദിസ് ഫങ്ഷൻസ് ആർ ഓൾസോ എക്സ്പെക്ടഡ് ഫ്രം ദിസ് നെറ്റ്വർക്ക് ലെയർ. ഏതൊക്കെയാണ്? എറർ കൺട്രോൾ, ഫ്ലോ കൺട്രോൾ, കൺജഷൻ കൺട്രോൾ, ക്വാളിറ്റി ഓഫ് സർവീസ് ഓർ QoS, ദെൻ സെക്യൂരിറ്റി. അപ്പൊ ഈ ഓരോ സർവീസും, ഈ ഇത്രയും സർവീസസ് നെറ്റ്വർക്ക് ലെയറിന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അത് എത്രത്തോളം ഈ ലെയർ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് സർവീസ് ദാറ്റ് ഇസ് എറർ കൺട്രോൾ. അപ്പൊ നമ്മൾ പറഞ്ഞു പാക്കറ്റ്സ് ഇൻ ദ നെറ്റ്വർക്ക് ലെയർ മേ ബി ഫ്രാഗ്മെന്റഡ് അറ്റ് റൗട്ടേഴ്സ്, അല്ലെ? അതിന്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് ഫ്രാഗ്മെന്റ് ചെയ്യാന്ന് പറഞ്ഞു. സോ this thing, that is the fragmentation, makes error checking at this layer inefficient, അല്ലെ? ഫ്രാഗ്മെന്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു എറർ ചെക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് പറ്റില്ല. കാരണം നമ്മൾ റീ അസംബിൾ ചെയ്യുന്നത് എവിടെയാണ്? ഡെസ്റ്റിനേഷനിലാണ്. സോ എറർ ചെക്കിംഗ് is inefficient in network layer. Then a checksum field in the datagram controls any corruption in the header but not in the whole datagram. Okay, അപ്പം നിങ്ങൾ അടുത്ത ലെയറും കൂടെ പഠിക്കുന്ന സമയത്ത് മനസ്സിലാവും. അതായത് TCP ലെയറിൽ, ട്രാൻസ്പോർട്ട് ലെയറിൽ UDP, യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോകോൾ ആണെങ്കിൽ നമ്മുടെ പാക്കറ്റിന് പറയുന്ന വേറൊരു പേരാണ് എന്ത്, ഡാറ്റാഗ്രാം എന്ന് പറയുന്നത്. അപ്പം ഡാറ്റാഗ്രാമിൽ ഒരു ചെക്സം ഫീൽഡ് ഉണ്ടാവും. അതായത് ഹെഡറിൽ എന്തെങ്കിലും കറപ്ഷൻ നടന്നോ എന്നറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് ഹോൾ ഡാറ്റാഗ്രാമിൽ പറ്റില്ല. ജസ്റ്റ് ഹെഡറിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ നടന്നോ അല്ലെങ്കിൽ ഹെഡറിൽ എന്തെങ്കിലും കറപ്ഷൻ നടന്നോ എന്ന് അറിയാൻ വേണ്ടി മാത്രം ഒരു ചെക്സം യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഇനി ഇന്റർനെറ്റിൽ ഒരു പ്രോട്ടോകോൾ ഉണ്ട്, ICMP എന്ന് പറയുന്ന ഒരു പ്രോട്ടോകോൾ വന്നു. ദാറ്റ് പ്രൊവൈഡ് സം കൈൻഡ് ഓഫ് എറർ കൺട്രോൾ ഇഫ് ദ ഡാറ്റാഗ്രാം ഇസ് ഡിസ്കാർഡഡ് ഓർ ഹാസ് സം അൺനോൺ ഇൻഫർമേഷൻ ഇൻ ദ ഹെഡർ. ഒന്നെങ്കിൽ ഈ നമ്മുടെ ഡാറ്റാഗ്രാം ഡിസ്കാർഡ് ചെയ്യപ്പെടുക, അല്ലെങ്കിൽ അതിന്റെ ഹെഡറിൽ എന്തെങ്കിലും ഇൻഫർമേഷൻസ് മീൻസ് അൺനോൺ ഇൻഫർമേഷൻ വരികയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോട്ടോകോളാണ് ICMP. ഓക്കെ, നെക്സ്റ്റ് ഫംഗ്ഷൻ ഫ്ലോ കൺട്രോൾ. അപ്പൊ നമ്മൾ എറർ കൺട്രോൾ നോക്കി. ഇനി ഫ്ലോ കൺട്രോൾ. നെറ്റ്വർക്ക് ലെയർ ഡസ് നോട്ട് ഡയറക്ട്ലി പ്രൊവൈഡ് ഫ്ലോ കൺട്രോൾ. അതിന്റെ റീസൺസ് ആണ് to make the network layer at the receiver is so simple that it may rarely be overwhelmed. Okay, അതായത് റിസീവർ സൈഡിൽ എന്താണ് മീൻസ് കുറച്ചുകൂടെ സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു എന്താ പറയാ ഫ്ലോ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യം ഇല്ല. Then the upper layers can implement buffers to receive data from the network layer. അതായത് ഇപ്പൊ മോർ ദാൻ എന്താ പറയാ 1
പാക്കറ്റ്സ് ഒരേ ഡെസ്റ്റിനേഷനിലേക്കൊക്കെ വരികയാണെങ്കിൽ അപ്പർ ലെയറിന് എന്ത് ചെയ്യാൻ പറ്റും, ബഫേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ബഫേഴ്സ് യൂസ് ചെയ്തിട്ട് അതിന്റെ നെക്സ്റ്റ് പാക്കറ്റിന് അവിടെ താൽക്കാലികമായിട്ട് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ആദ്യത്തേന് പ്രോസസ് ചെയ്ത് കഴിയുമ്പോൾ ഈ ബഫറിലുള്ളത് എടുക്കാം, ആ രീതിയിൽ. Then flow control is provided for most of the upper layer protocol. അതായത് ട്രാൻസ്പോർട്ട് ലെയർ, അത് അല്ല ഈ നെറ്റ്വർക്ക് ലെയറിന് മേലെയുള്ള പ്രോട്ടോക്കോളുകൾ ലെയറുകളിൽ ഫ്ലോ കൺട്രോൾ ഉണ്ട്. Okay, so another level of flow control makes the network layer more complicated and less efficient. Okay, അപ്പോൾ ഇവിടെ എന്തിന്റെ ആവശ്യമില്ല, ഒരു ഫ്ലോ കൺട്രോളിന്റെ ആവശ്യമില്ല ഇവിടെ നെറ്റ്വർക്ക് ലെയറിൽ. Then congestion control. Too many datagrams are present in an area of the internet. Okay, അപ്പോൾ congestion എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പ്ലേസിൽ മോർ datagrams. Okay, this happens if the number of datagrams sent by the source computers is beyond the capacity of the network or routers. അപ്പോൾ congestion ഉണ്ടാവാനുള്ള കാരണം എന്താ, സോഴ്സിന്ന് കൂടുതൽ പാക്കറ്റ്സ് അല്ലെങ്കിൽ ഡാറ്റാഗ്രാംസ് വരികയാണ്. അപ്പൊ ഈ നമ്മുടെ റൗട്ടറിന്റെ അല്ലെങ്കിൽ ഈ നെറ്റ്വർക്കിന്റെ കപ്പാസിറ്റിയേക്കാൾ കൂടുതൽ പാക്കറ്റ്സ് അല്ലെങ്കിൽ ഡാറ്റാഗ്രാം വരുന്ന സമയത്താണ് കൺജഷൻ ഉണ്ടാവുന്നത്. Hence, some routers may drop some of the datagram. അപ്പൊ ഇങ്ങനെ ഒരു കൺജഷൻ ഉണ്ടാവുന്ന സമയത്ത് ഉണ്ടാവുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഈ ഡാറ്റാഗ്രാംസിനെ ഡിസ്കാർഡ് ചെയ്ത് കളയും. ഓക്കെ, അതായത് ഡ്രോപ്പ് ചെയ്ത് കളയും some routers. So due to the error control mechanism at the upper layer, the sender may send duplicate of the lost packets. അപ്പൊ അവിടെ upper ലെയറിൽ എന്തുണ്ട്, എറർ കൺട്രോൾ മെക്കാനിസം ഉണ്ട്. അപ്പൊ അവിടെ ആ ഒരു മെക്കാനിസം വെച്ചിട്ട് ഈ ഒരു പെർട്ടിക്കുലർ പാക്കറ്റ് മിസ്സായി എന്ന് മനസ്സിലാവും. സോ സെൻഡർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് റീസെൻഡ് ചെയ്യാൻ പറ്റും. ആ ഏത് പാക്കറ്റ് ആണോ ആ റൗട്ടർ ഡ്രോപ്പ് ചെയ്ത് കളഞ്ഞത് ബിക്കോസ് ഓഫ് കൺജഷൻ, അത് റീസെൻഡ് ചെയ്യും. If the congestion continues, sometimes the system collapses and no datagram are delivered. അപ്പൊ ഇങ്ങനെ കൺജഷൻ കൂടി കഴിഞ്ഞാൽ എന്താണ്, the system will collapse and no datagrams will be delivered at the receiver side. Then others, next service is quality of service. Okay, അതായത് നമ്മൾ ഡെലിവർ ചെയ്യുന്ന പാക്കറ്റ് കറക്റ്റ് ക്വാളിറ്റിയിൽ വിത്തൗട്ട് എനി എറർ അങ്ങനെയാണ് റിസീവർ സൈഡിൽ എത്തുന്നത് എൻഷുർ ചെയ്യുന്നതാണ് ക്വാളിറ്റി ഓഫ് സർവീസ്. ടു കീപ് ദ നെറ്റ്വർക്ക് ലെയർ സിമ്പിൾ ആൻഡ് അൺടച്ച്ഡ്, ക്വാളിറ്റി ഓഫ് സർവീസസ് ഇംപ്ലിമെന്റഡ് ഇൻ ദ നെറ്റ്വർക്ക് ലെയർ, സോറി ഇൻ ദ അപ്പർ ലെയർ. അതുകൊണ്ട് ഇവിടെ എന്തില്ല, നെറ്റ്വർക്ക് ലെയറിൽ എന്തില്ല, ക്വാളിറ്റി ഓഫ് സർവീസിന് വേണ്ടിയിട്ടുള്ള യാതൊരു മെഷേഴ്സും ഇല്ല. ദെൻ ലാസ്റ്റ്, സെക്യൂരിറ്റി. നെറ്റ്വർക്ക് ലെയർ വാസ് ക്രിയേറ്റഡ് വിത്ത് നോ സെക്യൂരിറ്റി പ്രൊവിഷൻ. അപ്പൊ ബേസിക്കലി എൻഡ് ടു എൻഡ് ഡെലിവറി കൃത്യമായ രീതിയിൽ എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് നെറ്റ്വർക്ക് ലെയറിൽ ചെയ്യുന്നത്. അത് കൃത്യമായി പാക്കറ്റൈസ് ചെയ്ത് റൂട്ടിങ്ങും ഫോർവേഡിങ്ങും ചെയ്ത് ഡെസ്റ്റിനേഷനിൽ എത്തിക്കുക എന്ന് മാത്രം. സോ അവിടെ ഒരു സെക്യൂരിറ്റിയുടെ പ്രൊവിഷൻ ചെയ്തു വെച്ചിട്ടില്ല. ബട്ട് ലേറ്റർ ഓൺ ഒരു കണക്ഷൻ ഓറിയന്റഡ് സർവീസ് ക്രിയേറ്റ്, അതായത് കുറച്ചുകൂടെ സെക്യൂരിറ്റി ആവശ്യമായി വന്നപ്പോൾ ഒരു IPsec എന്ന് പറയുന്ന ഒരു സർവീസ് create to make the network layer secure. A connection oriented virtual layer service is created that is known as IPsec. Okay, so ഇത്രയാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. What are the network layer services? Mainly എന്തൊക്കെയാണ്, പാക്കറ്റൈസിങ്, പിന്നെ റൂട്ടിംഗ് ആൻഡ് ഫോർവേഡിംഗ്, പിന്നെ അതർ എക്സ്പെക്റ്റഡ് സർവീസസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക, നോട്ടിൽ എഴുതി വയ്ക്കുക. താങ്ക് യു.